ദൈവനാമത്തിന് മഹത്വം. നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ബൈബിൾ ക്വിസ് എത്രത്തോളം നിങ്ങൾക്ക് അനുഗ്രഹമാവുന്നു എന്ന് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഈ ബൈബിൾ ക്വിസിൽ 10 പേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും 10 പേരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ സത്യം. പല പ്രിയപ്പെട്ടവരും, അതായത് മുൻപ് വിജയികളായ പല പ്രിയപ്പെട്ടവരും ഇപ്പോൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ തെറ്റിപ്പോകുന്നു. എനിക്ക് മനസ്സിലാകുവാനായിട്ട് സാധിച്ചത് 10ൽ ഒരാളാകുവാനായിട്ട് വേഗത്തിൽ തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ ഉത്തരങ്ങൾ തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് വചനം വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഉത്തരങ്ങൾ അയക്കുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ 10ൽ ഒരാളാകുവാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്രകാരം ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: സമുദ്രം പോലെ വലുതായിരിക്കുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: സിയോൻ പുത്രിയായ കന്യകയുടെ മുറിവ്. വിലാപങ്ങൾ 2:13. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഭാഗ്യവാന്മാർ ആരാണ്? ഉത്തരം ഇതാണ്: വാൾ കൊണ്ട് മരിക്കുന്നവർ. വിലാപങ്ങൾ 4:9. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: തൊലി കറുത്തു പോകാൻ കാരണം എന്താണ്? ഉത്തരം ഇതാണ്: ക്ഷാമത്തിന്റെ കാഠിന്യ നിമിത്തം. വിലാപങ്ങൾ 5:10. നാലാമത്തെ ചോദ്യം: വിലയ്ക്ക് വാങ്ങിയ 2 വസ്തുക്കൾ എന്തൊക്കെയാണ്? ഉത്തരം ഇതാണ്: വെള്ളവും വിറകും. വിലാപങ്ങൾ 5:4. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: സ്വന്തം കൈകൊണ്ട് ചെയ്ത 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഇതാണ്: ഒന്നാമത്തെ കാര്യം, കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. 4:10. രണ്ടാമത്തെ കാര്യം, സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു. 5:12. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരാളിൽ അവസാനിച്ചത് മറ്റൊരാളിൽ പ്രത്യക്ഷമാകുന്നു. അവസാനിച്ചത് ആരിൽ? പ്രത്യക്ഷമായത് ആരിലാണ്? വിലാപങ്ങൾ 4:22 നാം ഇങ്ങനെ വായിക്കുന്നു: സിയോൻ പുത്രിയുടെ അകൃത്യം തീർന്നിരിക്കുന്നു. ഏദോം പുത്രിയുടെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഒരാളിൽ അവസാനിച്ചു എന്ന് പറയുന്നത് സിയോൻ പുത്രിയിലാണ് അവസാനിച്ചത്. ഒരാളിൽ പ്രത്യക്ഷമായി എന്ന് പറയുന്നത് ഏദോം പുത്രിയിലാണ് പ്രത്യക്ഷമായത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു ശരീരാവയവവും വാസസ്ഥലവും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം ഇതാണ്: അരമന. ശരീരാവയവം അര, വാസസ്ഥലം മന. വിലാപങ്ങൾ 2:5. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ആദ്യ 2 അക്ഷരം ഒരു സ്ത്രീനാമം 3ഉം 4ഉം അക്ഷരം ചേർന്നാൽ പലപ്പോഴും ജീവജാലങ്ങൾക്കുണ്ടാകുന്ന ഒരവസ്ഥ. 3ഉം 4ഉം 5ഉം അക്ഷരം ചേർന്നാൽ നാം പൊതുവെ പറയുന്ന ഒരു വാക്കിൻ്റെ സ്ത്രീലിംഗ പദം. എന്നാൽ വാക്ക് എന്താണ്? ഉത്തരം ഇതാണ്: നിത്യരോഗിണി. സ്ത്രീനാമം നിത്യ. ഈ പേര് ബൈബിളിൽ ഉള്ളതല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവജാലങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥ രോഗം. സ്ത്രീലിംഗ പദം രോഗിണി. രോഗി എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ പദമാണ് രോഗിണി എന്ന് പറയുന്നത്. വിലാപങ്ങൾ 1:13. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇടതടവില്ലാതെ തുടരുന്ന ഒരവസ്ഥയെ സൂചിപ്പിക്കുന്ന പദം. ഇതിലൊരു വൃക്ഷത്തിൻ്റെ അവയവം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതിന് ഉത്തരം വരുന്നത് ഓലോല. വൃക്ഷത്തിൻ്റെ അവയവം ഓല. വിലാപങ്ങൾ 2:18. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: ഈ പുസ്തകത്തിൽ കാണുന്ന പക്ഷിമൃഗാദികൾ ഏതൊക്കെയാണ്? ഉത്തരം ഇതാണ്: പക്ഷികൾ ഇതാണ്: കഴുക്കൾ, ഒട്ടകപ്പക്ഷി. 4:3, 4:19. മൃഗങ്ങൾ ഇതാണ്: കുറുനരി, കരടി, സിംഹം, കുറുക്കന്മാർ, മാൻ. 1:6, 3:10, 4:3, 5:18. ഇത്രയുമായിരുന്നു നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ച 10 പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ വിജയി ആരാണെന്ന് നോക്കാം. ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബീന ബോസ്. രണ്ടാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ആനി മാത്യു. മൂന്നാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡാലി ജയൻ. നാലാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ മനു. അഞ്ചാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഗീത. ആറാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ. ഏഴാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡോറ സ്റ്റീഫൻ. എട്ടാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സജിത സുരേഷ്.
9ാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റെജിമോൾ. 10ാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഗീത വർഗീസ്. ഇത്രയും പേരാണ് നമ്മുടെ വിജയികൾ. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത പ്രാവശ്യം പുതിയ പുതിയ വിജയികൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ നിന്നാണ്. യെഹെസ്കേലിന്റെ പ്രവചനം 48 അധ്യായമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ടാണ് ആ ഭാഗം പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ചോദ്യങ്ങൾ 1 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: യഹൂദ ഗ്രഹത്തിന് പ്രതീകമായി പ്രവാചകൻ എത്ര ദിവസം വലതുവശം ചരിഞ്ഞു കിടന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യഹൂദ ഗ്രഹത്തിന് പ്രതീകമായി പ്രവാചകൻ എത്ര ദിവസം വലതുവശം ചരിഞ്ഞു കിടന്നു? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നാശകരമായ ദുരസ്ത്രങ്ങൾ എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: നാശകരമായ ദുരസ്ത്രങ്ങൾ എന്താണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രവാചകൻ സ്തംഭിച്ചു പാർത്തത് എവിടെയാണ്? പ്രവാചകൻ സ്തംഭിച്ചു പാർത്തത് എവിടെയാണ്? നാലാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ മക്കൾ എങ്ങനെയുള്ളവരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇസ്രായേൽ മക്കൾ എങ്ങനെയുള്ളവരാണ്? അഞ്ചാമത്തെ ചോദ്യം: അടയാളം ഇടുക എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: അടയാളം ഇടുക എവിടെയാണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: ചങ്ങല ഉണ്ടാക്കേണ്ടത് എന്തിനാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ചങ്ങല ഉണ്ടാക്കേണ്ടത് എന്തിനാണ്? ഏഴാമത്തെ ചോദ്യം ഇതാണ്: കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നത് ആരാണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. പഴയ നിയമ ചരിത്ര പുസ്തകങ്ങളിൽ ഒരു രാജകുമാരനിലും ഒരു ന്യായാധിപനിലും കാണുന്നത് ഈ പുസ്തകത്തിൽ യെരൂശലേമിനും കാണുന്നുണ്ട്. അത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പഴയ നിയമ ചരിത്ര പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ചരിത്ര പുസ്തകങ്ങളിൽ ഒരു രാജകുമാരനിലും ഒരു ന്യായാധിപനിലും കാണുന്നത് ഈ പുസ്തകത്തിൽ യെരൂശലേമിനും കാണുന്നുണ്ട്. അത് എന്താണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ഈ പുസ്തകത്തിൽ ഒരു വസ്തുവിന് പറയുന്ന പേര്. ഈ പേര് ഒരു രോഗത്തെയും ഒരു സ്ഥലത്തെയും ഒരു പ്രകൃതി പ്രതിഭാസത്തെയും ഒരേ സമയം സൂചിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പദമാണ്. ഏതാണ് ആ പദം? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഈ പുസ്തകത്തിൽ ഒരു വസ്തുവിന് പറയുന്ന പേര്. ഈ പേര് ഒരു രോഗത്തെയും ഒരു സ്ഥലത്തെയും ഒരു പ്രകൃതി പ്രതിഭാസത്തെയും ഒരേ സമയം സൂചിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പദം. ആ പദം ഏതാണ്? ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പത്താമത്തെ ചോദ്യം ഇതാണ്: ഞാനൊരു അമൂല്യ വസ്തുവാണ്. ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്, പക്ഷേ ഞാൻ അവസാനിക്കുന്നത് സംഗീതത്തിലാണ്. എന്നിലൊരു സ്ത്രീനാമവും കാണാം. എങ്കിൽ ഞാൻ ആരാണ്? ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ട്രിക്കി ചോദ്യം ചോദിക്കുമ്പോൾ ആ ട്രിക്കി ചോദ്യത്തിന് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, അതായത് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചെഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പത്താമത്തെ ചോദ്യമാണ്: ഞാനൊരു അമൂല്യ വസ്തുവാണ്. ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്, പക്ഷേ ഞാൻ അവസാനിക്കുന്നത് സംഗീതത്തിലാണ്. എന്നിലൊരു സ്ത്രീനാമവും കാണാം. എങ്കിൽ ഞാൻ ആരാണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ല എങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉത്തരങ്ങളെല്ലാം എഴുതിയിട്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയിയാവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള പ്രിയപ്പെട്ടവർക്കും പങ്കെടുക്കുവാനും വചനം പഠിക്കുവാനും വിജയികളാകുവാനും സാധിക്കും. അതിനായിട്ട് ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.